ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ ഒരു വിനോദത്തിനപ്പുറം ക്രിക്കറ്റ് ഒരു വികാരമായി മാറുന്നത് കാണാം. പാകിസ്ഥാനെതിരെ 6 റൺസ് ജയം നേടി കളി പിടിച്ചെടുത്ത് ഇന്ത്യ പട്ടികയിൽ തലപ്പത്തേറുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും ഇത് അഭിമാന നിമിഷം. താരതമ്യേന ചെറിയ വിജയലക്ഷ്യം, പക്ഷേ രോഹിത്തും സംഘവും പതറിയില്ല. കൃത്യമായ പദ്ധതികളോടെ മൈതാനത്ത് മുന്നേറിയ നീലപ്പട പാകിസ്ഥാൻ ബാറ്റർമാരെ വരിഞ്ഞു കെട്ടിയപ്പോൾ ലോകകപ്പിൽ ഇന്ത്യക്ക് 2ാം ജയം. 120 റൺസ് വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ പാകിസ്ഥാന് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺസ് എടുക്കാനേ ആയുള്ളൂ. 6 റൺസ് വിജയത്തോടെ ഇന്ത്യ സൂപ്പർ 8 പ്രതീക്ഷകൾ സജീവമാക്കി. അതേസമയം കളിച്ച 2 മത്സരങ്ങളും തോറ്റ പാകിസ്ഥാന്റെ നില പരുങ്ങലിലാണ്. 2 മത്സരങ്ങളും ജയിച്ച ഇന്ത്യ ഗ്രൂപ്പ് എയിൽ 1ാമതെത്തി. ഇന്ത്യ ഉയർത്തിയ 120 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ശ്രദ്ധയോടെയാണ് പാകിസ്ഥാൻ ബാറ്റ് ഏന്തിയത്. കൂറ്റനടികൾക്ക് മുതിരാതെ പതിയെ സ്കോർ ഉയർത്താനാണ് ഓപ്പണർമാരായ മുഹമ്മദ് റിസ്വാനും ബാബർ അസമും ശ്രമിച്ചത്. ടീം സ്കോർ 26-ൽ നിൽക്കെയാണ് പാകിസ്ഥാന്റെ ആദ്യ വിക്കറ്റ് നഷ്ടമായത്. 10 പന്തിൽ നിന്ന് 13 റൺസ് എടുത്ത് പാക് നായകനെ ബുംറ പുറത്താക്കി. പിന്നാലെ ഉസ്മാൻ ഖാനും റിസ്വാനും സ്കോർ 50 കടത്തി. വൈകാതെ പാകിസ്ഥാന് 2 വിക്കറ്റ് നഷ്ടമായി. 13 റൺസ് എടുത്ത ഉസ്മാൻ ഖാനെ അക്സർ പട്ടേൽ പുറത്താക്കി. പിന്നീട് ഫക്കർ സമാനുമായി ചേർന്ന് റിസ്വാൻ ഖാൻ കൂട്ടുകെട്ടുണ്ടാക്കി. ടീം സ്കോർ 73-ൽ നിൽക്കെ ഫക്കർ സമാനെയും പാകിസ്ഥാന് നഷ്ടമായി. 8 പന്തിൽ നിന്ന് 13 റൺസ് എടുത്ത് താരത്തെ ഹർദിക് പാണ്ഡെ പന്തിന്റെ കൈകളിൽ എത്തിച്ചു. പിന്നാലെ റിസ്വാനെയും പാകിസ്ഥാന് നഷ്ടമായി. 44 പന്തിൽ നിന്ന് 31 റൺസ് എടുത്ത് റിസ്വാനെ ബുംറ ബൗൾഡാക്കി. അതോടെ ഇന്ത്യക്ക് നേരിയ പ്രതീക്ഷ കൈവന്നു. ശേഷം പാക് ബാറ്റർമാരെ ഇന്ത്യൻ ബൗളർമാർ വരിഞ്ഞുകെട്ടി. അക്ഷർ പട്ടേൽ എറിഞ്ഞ 16-ാം ഓവറിൽ 2 റൺസ് മാത്രമാണ് പാകിസ്ഥാന് നേടാനായത്. അടുത്ത ഓവറിൽ പാണ്ഡ്യ ശതബ് ഖാനെയും കൂടാരം കയറ്റി. 7 പന്തിൽ നിന്ന് 4 റൺസ് മാത്രമാണ് താരത്തിന്റെ സമ്പാദ്യം. പാകിസ്ഥാൻ 85-5 എന്ന നിലയിലായി. അവസാന 3 ഓവറിൽ 30 റൺസ് ആയിരുന്നു വിജയലക്ഷ്യം. മുഹമ്മദ് സിറാജും ബുംറയും നന്നായി പന്തെറിഞ്ഞതോടെ പാക് ബാറ്റർമാർ കുഴങ്ങി. 5 റൺസ് എടുത്ത ഇഫ്തിഖറിനെ ബുംറ പുറത്താക്കി. അവസാന ഓവറിൽ 18 റൺസ് ആയിരുന്നു പാകിസ്ഥാന് വേണ്ടിയിരുന്നത്. എന്നാൽ 11 റൺസ് മാത്രമേ കണ്ടെത്താനായുള്ളൂ. 113 റൺസിന് പാക് ഇന്നിംഗ്സ് അവസാനിച്ചു. അതോടെ 6 റൺസ് വിജയവുമായി ഇന്ത്യ മടങ്ങി. ഇമാദ് വസീം 15 റൺസ് എടുത്തപ്പോൾ 4 പന്തിൽ നിന്ന് 10 റൺസുമായി നസീം ഷാ പുറത്താവാതെ നിന്നു. ഇന്ത്യക്കായി ബുംറ 3 വിക്കറ്റും ഹാർദിക് പാണ്ഡ്യ 2 വിക്കറ്റും എടുത്തു. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ആദ്യ ബാറ്റ് ചെയ്ത ഇന്ത്യ 119 റൺസിന് ഓൾ ഔട്ട് ആയിരുന്നു. ഋഷഭ് പന്തിന്റെ പ്രകടനമാണ് ഇന്ത്യയുടെ രക്ഷയ്ക്കെത്തിയത്. മഴ മൂലം ഏകദേശം 1 മണിക്കൂറോളം വൈകിയാണ് മത്സരം ആരംഭിച്ചത്. ആദ്യ ഓവറിന് ശേഷം വീണ്ടും മഴയെത്തി. എന്നാൽ മഴ മാറി മത്സരം ആരംഭിച്ച ഉടൻ തന്നെ കോഹ്ലിയെ ഇന്ത്യക്ക് നഷ്ടമായി. നസീം ഷാ എറിഞ്ഞ 2ാം ഓവറിലെ 3ാം പന്തിൽ കോഹ്ലി മടങ്ങി. വെറും 4 റൺസ് മാത്രമെടുത്ത കോഹ്ലി ഉസ്മാൻ ഖാന്റെ കൈകളിൽ ഒതുങ്ങി. പിന്നാലെ 3ാം ഓവറിൽ നായകൻ രോഹിത്തും കൂടാരം കയറി. ഷഹീൻ അഫ്രീദിയുടെ പന്തിൽ കൂറ്റനടിക്ക് ശ്രമിച്ച രോഹിത്തിന് പാളി. താരത്തെ ഹാരിഫ് റാവു കൈകളിൽ ഒതുക്കിയതോടെ ഇന്ത്യ 19-2 എന്ന നിലയിലേക്ക് വീണു. പിന്നീട് ഋഷഭ് പന്തും അക്ഷർ പട്ടേലും ചേർന്ന് സ്കോർ ഉയർത്തി. ഇരുവരും ടീം സ്കോർ 50 കടത്തി. ടീം സ്കോർ 58-ൽ നിൽക്കെ ഇന്ത്യക്ക് അക്ഷർ പട്ടേലിനെ നഷ്ടമായി. നസീം ഷായുടെ പന്തിൽ താരം ക്ലീൻ ബൗൾഡായി. 18 പന്തിൽ നിന്ന് 20 റൺസാണ് അക്സറിന്റെ സമ്പാദ്യം. പിന്നാലെ ക്രീസിലിറങ്ങിയ സൂര്യകുമാർ യാദവ് നിരാശപ്പെടുത്തി. 8 പന്തിൽ നിന്ന് 7 റൺസ് എടുത്ത താരത്തെ ഹാരിഫ് റാവു പുറത്താക്കി. വിക്കറ്റുകൾ നഷ്ടപ്പെടുമ്പോഴും മറുവശത്ത് നിലയുറപ്പിച്ച് ബാറ്റ് ഏന്തിയ ഋഷഭ് പന്താണ് ഇന്ത്യയുടെ രക്ഷയ്ക്കെത്തിയത്. പിന്നാലെ പന്തുൾപ്പെടെ ബാറ്റർമാർ നിരനിരയായി കൂടാരം കയറിയതോടെ ഇന്ത്യ വീണ്ടും പ്രതിരോധത്തിലായി. ശിവൻ ഡൂബെ 3, രവീന്ദ്ര ജഡേജ 0 എന്നിവർ നിരാശപ്പെടുത്തി. 31 പന്തിൽ നിന്ന് 42 റൺസ് എടുത്ത ഋഷഭ് പന്ത് മാത്രമാണ് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. പന്തിനെയും ജഡേജയെയും അമീർ പുറത്താക്കിയപ്പോൾ ദൂബെയെ നസീം ഷാ പുറത്താക്കി. അതോടെ ഇന്ത്യ 96-7 എന്ന നിലയിലേക്ക് വീണു. ചെറുതായാലും പാകിസ്ഥാനെ തോൽപ്പിക്കുന്ന ഓരോ നിമിഷവും ഏതൊരു ഇന്ത്യക്കാരനും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. അതാണ് നമ്മുടെ രാജ്യം.